ഞാനിന്ന് വത്തിക്കാൻ സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ. വത്തിക്കാൻ സിറ്റിയിലേക്ക് പോകാനുള്ള എൻ്റെ ടിക്കറ്റ് എടുത്ത ടൂറിസ്റ്റ് ബസ് കാത്ത് ഞാൻ നിൽക്കുകയാണ്. ഡബിൾ ഡെക്കർ ബസ് കേട്ടോ. അതിപ്പോൾ വരെ അതിൽ കയറി ഞാൻ വത്തിക്കാൻ സിറ്റിയിലേക്ക് പോവാണ്. വത്തിക്കാൻ സിറ്റി ഒരു ചെറിയ സ്ഥലമാണ്, വളരെ കൂടുതലൊന്നുമില്ല. നമുക്ക് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് അവിടേക്ക് നടന്ന് എത്താം. ചെറിയ സ്ഥലമാണ്, അപ്പോൾ ചെറുതായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്ത് ബസ്സിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ കയറി യാത്ര ചെയ്യുക. അപ്പോഴത്തേക്ക് എല്ലാ സ്ഥലവും കാണുകയും ചെയ്യാം. ഞാനിങ്ങനെ ബസ് കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ടിക്കറ്റ് 24 മണിക്കൂർ വാലിഡിറ്റി ഉണ്ട്. അതിപ്പം ഓരോ സ്റ്റോപ്പിലും നമുക്ക് പോകാൻ പറ്റും. ഇത് മറ്റൊരു കമ്പനിയുടെ ബസ്സാണ്. ആ കമ്പനിയുടെ ബസ് അതിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അവരെ പാസഞ്ചേഴ്സിൻ്റെ എടുത്തിട്ട് അവർ പോകും. ഇപ്പോൾ എൻ്റെ ബസ് വരാനുണ്ട്. അതൊരു പിങ്ക് കളറിലുള്ള ബസ്സാണ്. അതിപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബസ്സിൽ കയറി അവിടേക്ക് യാത്ര ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വത്തിക്കാൻ സിറ്റിയും അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വത്തിക്കാനിൽ ഒത്തിരി വിശേഷമുണ്ട്, അറിയാലോ. ലോകത്തെ ഏറ്റവും ചെറിയ സിറ്റിയാണ് വത്തിക്കാൻ. അപ്പോൾ ആകെ ഉള്ളത് ഒരു 120 ഏക്കർ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ബസ്സിൽ കയറി ഇപ്പം പോകുകയാണ്. ആദ്യത്തെ സിഗ്നലിങ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്ററിനും ഓരോ സിഗ്നലാണ്. ഒരു രക്ഷയില്ലാത്ത സിഗ്നലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നലുകളൊക്കെ ഭയങ്കര വിശേഷമാണ്. ലെഫ്റ്റും റൈറ്റിനും പോകണമെന്നുണ്ടെങ്കിലും അവിടെ സിഗ്നലുണ്ട് കേട്ടോ. ഈ കാണുന്നൊരു വലിയ ഫേമസ് ഒരു പ്ലേസാണ് ഇത്. പിയാസ മഗ്ന എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ 2 ത്രികോണാകൃതിയിലാണ് ഇതിൻ്റെ ചിത്രശലഭത്തിനെ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. ഗംഭീരമായ ഒരു റോമൻ ബറോക്കിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. റോമിലെ ഏറ്റവും സുവിശേഷമായ സ്ഥലമാണ് ഇത്. ഭയങ്കര നല്ല ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. അതുപോലെ അവിടുത്തെ ഷോപ്പിംഗ് മോള്, പിന്നെ ഹോട്ടലുകൾ, ഇതൊക്കെ വളരെ ഫേമസ് ആണ് റോമിൽ കേട്ടോ. അതിൽ നിന്ന് നോക്കിയാൽ ആ സിഗ്നലിൽ നിന്ന് അടുത്ത സിഗ്നലിലെത്തി. എന്തൊരു ക്രൗഡാന്ന് നോക്കിയാൽ ഈ സിഗ്നലിൽ. ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന മാത്രം നിങ്ങൾ നോക്കി, എന്തുമാത്രം ജനങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തിക്കുന്നത് നോക്കിയാണ്. അപ്പം സിഗ്നൽ വീഴുമ്പോഴേ അവിടുന്ന് ഇങ്ങോട്ടത്തേക്ക് ഒരു 100 കണക്കിന് ആൾക്കാരാണ് ഇങ്ങോട്ട് നടന്നു വരിക. എല്ലാം ടൂറിസ്റ്റുകളാണ്. അതാണ് ഏറ്റവും വലിയ രസം. ആ കാണുന്നത് വരാൻ നിൽക്കുന്നതും ഒക്കെ ടൂറിസ്റ്റുകളാണ്, അല്ലാതെ വേറെ ആരുമല്ല. എന്തായാലും നമ്മൾ ആ സിഗ്നലും കടന്നു. അടുത്ത വത്തിക്കാൻ സിറ്റി കണക്കാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വത്തിക്കാൻ സിറ്റിയാണ് നമ്മുടെ ഉദ്ദേശം. കണ്ടില്ലേ, ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര സുന്ദരമാണ്. അത്ര സൗന്ദര്യം കൂടിയ സ്ട്രീറ്റുകളല്ല, എന്നാലും വൃത്തിയും വെടിപ്പുമുള്ള സ്ട്രീറ്റുകളാണ് കേട്ടോ. സിഗ്നൽ ഒരു കാര്യമില്ല. സിഗ്നൽ ഇങ്ങനെ എല്ലാ 50 മീറ്ററിനും ഇങ്ങനെ സിഗ്നലുണ്ട്. ഞാൻ എന്തായാലും മേളത്തെ നിലയിൽ കയറി. എൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ലേഡി ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. കയറുന്നവരെല്ലാം വീഡിയോയും ഫോട്ടോയും എടുക്കാനാണ് ഇതിനകത്തേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡായിട്ട് ഓടിച്ചു വിട്ടു. എന്നവരെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ട് ബോറടിക്കും. എന്ന് പറയാൻ ഞാൻ ഈ ഒരു കുറച്ച് ദൂരമുള്ളത് കാരണം ഫുള്ള് സിഗ്നലിലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് പറയുമ്പോൾ ഇത്രയും ചെറിയൊരു രാജ്യമല്ലേ, അപ്പം നമുക്കത് എത്രത്തോളം ഉണ്ടെന്ന് കാണണമല്ലേ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തു വെക്കാൻ കാരണം. വീണ്ടും അടുത്ത സിഗ്നലിലെത്തി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റിനും റൈറ്റിനും ഒക്കെ സിഗ്നലാണ്. റൈറ്റിലോട്ട് ഫ്രീ റൈറ്റ് ടേണൊന്നും ഇവിടെ ഇല്ല. ഇവിടെ റൈറ്റ് ടേൺ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് റൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, എല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മാക്സിമം 5 നിലയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു ബിൽഡിങ് ഞാനിവിടെ കണ്ടില്ല. അങ്ങനെ 5 നിലകളോ 4 നിലകളോ ഉള്ള ബിൽഡിങ് ഉണ്ടാക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും കേട്ടോ. ഇല്ലാതെ ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വഴിയില്ല. ഓൾമോസ്റ്റ് എല്ലാം ഒരേ കളറും തന്നെയാണ്. ഓൾമോസ്റ്റ് ഒക്കെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലൈറ്റ് യെല്ലോ, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ചേർന്നൊരു കളറ്. അങ്ങനെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. പിന്നെ ഇവിടുത്തെ ഷോപ്പിൻ്റെയൊക്കെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പിനൊന്നും ഷട്ടറുകളില്ല. ഇവിടെ അപൂർവത്തിൽ അപൂർവം മാത്രമേ ഞാൻ ഷട്ടർ കണ്ടുള്ളൂ. ബാക്കി എന്ന് പറയുന്നത്
ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വാതിലാണ്. ചെറുതല്ല, വാതിൽ പൊക്കം കൂടുതലുണ്ടാവും, പക്ഷെ വീതി വളരെ കുറവാണ്. ഒരു ഒരു 1.5 മീറ്റർ കാണാനുള്ള വാതിലുകൾ, അതിനകത്തേക്കാണ് നമ്മൾ ഷോപ്പ് പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ അതിവിശാലമാണ്. ഷട്ടർ ഷോപ്പുകൾ വളരെ കുറവാണ്, വളരെ റയറായിട്ട് ഞാനിവിടെ കണ്ടുള്ളൂ ഷട്ടറുള്ള ഷോപ്പുകളും മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ. പക്ഷെ നമ്മൾ ഈ എന്താ പറയുക, ഷോപ്പിംഗ് മാളിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിവിശാലമായ ഷോറൂമാണ്. പക്ഷേ പുറത്ത് നമ്മൾ കാണുമ്പോൾ ചെറിയൊരു ഡോർ, അതായത് ഒരു 1.5 മീറ്റർ 2 മീറ്റർ അകത്തുള്ള ഒരു വാതിലാണ്. പിന്നെ അതിനകത്തേക്കാണ് ഷോപ്പ്. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, റെസ്റ്റോറൻറ്റ് എല്ലാം ഇതുപോലെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കും. പക്ഷേ വെളിയിലേക്ക് ആൾക്കാർ കസേര ഇട്ട് ഇങ്ങനെ ശരിക്കും ആൾക്കാർ വെളിയിലിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുകയും കാപ്പി കുടിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. എന്തായാലും ഞാൻ വത്തിക്കാൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. വത്തിക്കാൻ സിറ്റിയാണ് ഇപ്പം നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുന്നത്. ഈ ഇവിടുന്ന് ഒരു നദിയുണ്ട്. ഈ നദിയുടെ ലെഫ്റ്റ് സൈഡാണ് നമ്മളെ വത്തിക്കാൻ. അതായത് ഈ നദിയുടെ പേര് ടൈബറിൻ എന്നാണ് കേട്ടോ. ടൈബർ എന്ന് പറയും. ഇതിനാകെ നീളം എന്ന് പറയുന്നത് ഈ റോം മൊത്തം ഇതിങ്ങനെ ചുറ്റി വരിഞ്ഞിങ്ങനെ പോവാണ് ഈ നദി. ഈ നദി എന്ന് പറയുന്നത് ആകെ 450 കിലോമീറ്ററോളം, 450 അല്ല 405 കിലോമീറ്റർ നീളമുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നദിയാണ്. നല്ല വൃത്തിയും 2 സൈഡും കെട്ടി അവർ സൂക്ഷിക്കുന്നുണ്ട്. ഈ നദി ഇവിടെ നിന്ന് ഒഴുകി നേരെ ഇത് മെഡിറ്ററേനിയൻ കടലിൽ പോയി അവസാനിക്കുകയാണ് കേട്ടോ. ഇത് സത്യത്തിൽ മൊത്തത്തിൽ ഇറ്റലിയെ ഇത് കവർ ചെയ്യുന്നില്ല, റോം മൊത്തം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അല്ലാതെ ഇത് നമ്മളെന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞിട്ടുള്ള നദിയെല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ നദി കാണിച്ചു തരാം. ഇത് നോക്കിയേ, എൻ്റെ ഇപ്പം റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഭാഗത്ത് കാണുന്നതാണ് വത്തിക്കാൻ സിറ്റി. നമ്മളിപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഈ ബ്രിഡ്ജ് വഴി കയറി വത്തിക്കാൻ സിറ്റിയിലേക്ക് കടക്കും കേട്ടോ. അല്ലേ, നദിക്കകത്ത് 2 സൈഡിലും റോഡുണ്ട്, വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ആ റോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കുറച്ച് മണ്ണിങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ട്. ആ മണ്ണ് ഇപ്പോൾ അവരിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് വത്തിക്കാൻ മ്യൂസിയം കേട്ടോ. നമ്മളിവിടെ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ചെയ്ത് ഇന്നല്ല നമ്മുടെ സമയം, നാളെയാണ് നമുക്ക് വത്തിക്കാൻ മ്യൂസിയത്തിലേക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ അവിടെ പോയിട്ടുള്ള വീഡിയോ കാണിക്കാം. കണ്ടില്ലേ, ഈ നദിക്കുള്ളിൽ 2 സൈഡിലും റോഡാണ്. 2 സൈഡിലും റോഡ് കെട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നദിക്കകത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. നദിയുടെ 2 സൈഡും ഇങ്ങനെ വാള് കെട്ടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അത് കരകവിഞ്ഞ് ഒഴുങ്ങോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ശരിക്കും വെള്ളം എവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനി എവിടെയാണ് മലയുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ആ മലയിൽ നിന്നായിരിക്കുമല്ലോ നദി തുടങ്ങുന്നത്. അപ്പം എവിടെ നിന്ന് നല്ല ഒഴുകി വെള്ളം വരുന്നുണ്ട്. ഒരു കലങ്ങിയ കളറിലാണ് വെള്ളം കാണുന്നത്, എന്നാൽ വെള്ളം വൃത്തികേടല്ല. ഇതിനകത്ത് ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഞാനിപ്പം ഈ നദിയുടെ മേളിലുള്ള ബ്രിഡ്ജിലാണുള്ളത്. ബ്രിഡ്ജിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നടന്ന് തളർന്നവരും പിന്നെ മ്യൂസിയത്തിലേക്ക് വന്നവരും ഒക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. നിറച്ച് പക്ഷികളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, 2 സൈഡിലും റോഡുണ്ട്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ് എവിടത്തേക്ക് കാണാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ബോട്ടിങ് ഒന്ന് പരീക്ഷിക്കും. ഇന്നല്ല, സമയമില്ല നമ്മുടെ അടുത്ത്. നമുക്കിപ്പം വത്തിക്കാൻ സിറ്റി കാണുക, അത് കഴിഞ്ഞിട്ട് വേറെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. അതുപോലെ മ്യൂസിയത്തിൽ നാളെയാണ് നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്, ഇന്നല്ല. ഇന്നിവിടെ മ്യൂസിയത്തിൽ ഒത്തിരി പേര് കയറാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ലൈനായിട്ട്. സമയം ഏതാണ്ട് 5 മണിയോട് അടുത്തിരിക്കുന്നു. എന്നിട്ടും ഇവിടുത്തെ സൂര്യപ്രകാശത്തിന് ഒരു കുറവില്ല. ചൂട് അങ്ങനെയില്ല, സൂര്യപ്രകാശമുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റുമുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടിയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇത് കണ്ടില്ല, ഈ മ്യൂസിയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. ഇവരുടെ ലൈൻ ഇങ്ങനെ ഉണ്ട്. മ്യൂസിയത്തിനകത്തും ഏതാണ്ട് 7 മണി വരെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. പിന്നെ അതിനകത്തുള്ളവർ പുറത്തേക്ക് ഇറക്കലാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്, വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്.
ഇവിടെ കുറേ സുവനീർ ഷോപ്പ്. ഞാൻ ഇറ്റലിയിൽ അല്ലെങ്കിൽ റോമിൽ വന്നിട്ട് കണ്ടത് ഏറ്റവും കൂടുതൽ സുവനീർ ഷോപ്പുകളാണ്. അതായത് ഈ സുവനീർ ഷോപ്പുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ എത്രത്തോളം ടൂറിസ്റ്റുകളുടെ ബാഹുല്യം ഉണ്ടെന്ന്. ഒടുക്കത്തെ ടൂറിസ്റ്റുകളാണ് വരുന്നത് കേട്ടോ. എന്തൊരു ടൂറിസം ആണ് ഇവിടെ എന്നുള്ളത് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ഹോട്ടലുകളൊന്നും എനിക്ക് തോന്നുന്നു നേരിട്ട് ബുക്കിങ്ങുകളില്ല, എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ആണുള്ളത്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അവരോട് നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്തിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേ ഇല്ല, വി വിൽ നോട്ട് ഫോളോ ദ ഇമെയിൽസ്, വി വിൽ ടേക്ക് ഓൺലി ദ ഓൺലൈൻ ബുക്കിംഗ് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ആൾക്കാർ വരുന്നു പോകുന്നു. ഇവിടെ ഒരാളിങ്ങനെ ഇരുന്ന് ഗിത്താർ വായിക്കുന്നുണ്ട്. പുള്ളി ഗിത്താറിൻ്റെ കവർ ഊരി അവിടെ ഇട്ടിരിക്കുകയാണ്. അതിൽ വേണമെന്നുള്ളവർക്ക് ചില്ലറ ഇടാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ മേളിൽ ഇരുന്നാണ് പുള്ളി ഗിത്താർ വായിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അതിലേക്ക് സൗണ്ടും കേൾക്കാം. ഓക്കെ, ഈ സുവനീർ ഷോപ്പുകൾ എനിക്ക് തോന്നുന്നത് അത് ഈ ബംഗ്ലാദേശി പൗരന്മാർക്ക് വേണ്ടി പതിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു ബൂഫിയെ പോലെ ഒരു ഷോപ്പുണ്ട്. എല്ലാ സാധനങ്ങളും അതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊരു വാഹനമാണ്. ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇവർ അടച്ചുപൂട്ടി വണ്ടി ഓടിച്ചു പോകുന്നതാണ് തോന്നുന്നത്. അതോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകുമെന്ന് എനിക്കറിയില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാർ വാക്കിങ്ങിനൊക്കെ വരുന്നുണ്ട്. ഇത് ആ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്ക് എന്തായാലും ആ ഒരു ചെറിയൊരു പാർക്കുണ്ട്, ആ പാർക്കിലേക്ക് നടക്കാം. ഇവിടെ ഇനിയൊരു വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് കാണാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു മതിലുണ്ട്. ഇവിടുത്തെ നമ്മുടെ ചൈനയിലെ പോലെ വൻമതിൽ എന്ന് പറയും പോലെ ഒരു മതിലുണ്ട്. ഈ മതിൽ ഞാൻ ഇവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ മതിൽ കണ്ടിരുന്നു. അത് രാത്രി ആയത് കാരണം കൂടുതൽ വിശാലമായിട്ട് അറിയാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ കണ്ടത്. എവിടെ പോയാലും ഈ മതിലുണ്ട്. ഇവിടെ കാക്കയുണ്ട് കേട്ടോ. കാക്കയ്ക്ക് ഒരു കുറവുമില്ല, അത്ര കൂടുതലല്ല, എന്നാലും കാക്കയുണ്ട്. കാക്ക വലിയ കാക്കയാണ്. ആ കാക്ക കണ്ടില്ല, അവിടുത്തെ ഒരു പക്ഷിയെ കൊത്തി ഓടിക്കുകയാണ്. ഒരു രക്ഷയില്ല. പ്രാവുകളൊക്കെ നോക്കി ആൾക്കാർ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വളരെ ക്വയറ്റായിട്ടിരുന്ന് ആഹാരം കൊത്തിപ്പറക്കി കഴിക്കാം. ഈ കാണുന്നതാണ് മതിൽ കേട്ടോ. ഇത് പണ്ട് AD 270-75 കാലത്ത് നിർമ്മിച്ചതാണ്. ഇത് റോം ചുറ്റിയുണ്ട്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാർട്ടീഷ്യൻ പോലെ റോമ് മൊത്തമുണ്ട്. ഇവിടെ ഒരു 3 കളവന്മാർ ഒരു 4 പട്ടികളുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവർക്ക് എവിടെ പോയാലും, ക്ഷേത്രത്തിൽ പോയാലും ചർച്ചിൽ പോയാലും എവിടെ പോയാലും ഇവരുടെ കൂട്ടത്തിൽ പട്ടിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ഇവർ പട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനും കൂടുതൽ പട്ടിയുണ്ട്. നല്ല നല്ല പട്ടികൾ, ചെറുത് മുതൽ വലിയ വലിയ പട്ടികൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇത് ഔറേലിയൻ വാൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് പണിതത് AD 270-275 കാലത്തിലാണ്. ഇത് മൊത്തം റോമിനെ ചുറ്റിയുണ്ട്. ചുറ്റിയല്ല, റോമിനെ പകുത്ത് പോകുന്നത് പോലെ ഈ മതിലുണ്ട്. എന്നാൽ വളരെ ഹൈറ്റൊന്നും അല്ല. എനിക്ക് തോന്നുന്നൊരു 10-20 ഫീറ്റ് പൊക്കത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു പാർട്ടീഷ്യൻ കണക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ ചുറ്റി റോഡുകളും അതും ഇതുമുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് വന്ന് കയറി അതുപോലെ തിരിച്ചറിഞ്ഞു. ഇത് ഈ കാണുന്നുണ്ടല്ലേ, ഇതാണ്. ഇത്രയും പൊക്കമേ ഉള്ളൂ ഈ മതിൽ. ഇത് പക്ഷേ അറൗണ്ട് ഒരു 23 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.